പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊച്ചുരേശ സ്പിരിച്വൽ സെൻ്ററിന് വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നമ്മൾ മനഃശാസ്ത്രം പഠിക്കുകയാണല്ലോ. സൈക്കോളജി അഥവാ മനഃശാസ്ത്രം എന്താണെന്ന് ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു. വ്യക്തിത്വം എന്താണെന്ന് പറഞ്ഞു. വ്യക്തിത്വ വൈകല്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. വ്യക്തിത്വ വൈകല്യങ്ങൾ 10 തരമുണ്ടെന്ന് പറഞ്ഞു, 3 ഗ്രൂപ്പുകളിലായിട്ട്. അങ്ങനെ നമ്മളുടെ പഠനം മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് 2ാമത്തെ ഗ്രൂപ്പിലെ 3ാമത്തെ തരക്കാരായിട്ടുള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ആത്മരതി അഥവാ സ്വയം പ്രേമം, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതിൻ്റെ മലയാളം വാക്കാണ് ഒന്നില്ലെങ്കിൽ ആത്മരതി അല്ലെങ്കിൽ സ്വയം പ്രേമം എന്ന് പറയാം. ഒരുപാട് വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരക്കാരായിട്ട് കണ്ടുമുട്ടാം. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ വൈദികര് രാഷ്ട്രീയക്കാർ ഇത് കേൾക്കുന്നതിന് ക്ഷമിക്കണം, രാഷ്ട്രീയക്കാരൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയണേ. അതായത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരല്ല, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർ. അതായത് ആത്മരതി അല്ലെങ്കിൽ സ്വയം പ്രേമമുള്ളവരെയാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത്തരക്കാരായിരിക്കും ഒരു 90% രാഷ്ട്രീയക്കാരും അഥവാ വൈദികര് അല്ലെങ്കിൽ ഇങ്ങനെ ഉന്നത ശ്രേണിയിലൊക്കെ ഇരിക്കാൻ ആയിരിക്കുന്നവരൊക്കെ പ്രത്യേകം ഓർക്കണം. വ്യക്തിത്വ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ്. അപ്പം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നും ഉണ്ട്. അതായത് ആത്മരതി എന്ന വ്യക്തിത്വം ഉള്ളവരുണ്ട്, ആത്മരതി അല്ലെങ്കിൽ സ്വയം പ്രേമം എന്ന മാനസിക വൈകല്യമുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് മുൻപേ പറഞ്ഞത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ട്, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഡിസോർഡറിനെ കുറിച്ചാണ്. എന്നാൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരെ എവിടെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂരിഭാഗം അധികാരവൃന്ദങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുടെ സ്വഭാവ രീതിയായിരിക്കും അത്. ഇനി അത് വ്യക്തിത്വ വൈകല്യമായിട്ട് തീരുമ്പോഴോ, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ആത്മരതി സ്വയം പ്രേമം എന്ന മാനസിക വൈകല്യമാവുമ്പോൾ അമിതമായിട്ടുള്ള ആത്മാഭിമാനമാണ് ഇവരുടെ ഒരു പ്രത്യേകത. മറ്റുള്ളവരെല്ലാം തങ്ങളെ ആരാധിക്കണം എന്നാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെ എപ്പോഴും മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാൻ വേണ്ടി, മറ്റുള്ളവർ തങ്ങളെ പ്രശംസിക്കാൻ വേണ്ടിയൊക്കെ ഇവരെപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. സഹാനുഭൂതി തീരെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവർ കരുണയുള്ളവരായിരിക്കും എന്ന് വെച്ചാൽ കരുണയുള്ളവരായിരിക്കും, കമ്പാഷൻ ഉണ്ടാവും, പക്ഷേ സഹാനുഭൂതി ഉണ്ടാവുകയില്ല. അപ്പം എംപതി ഉണ്ട്, സിമ്പതി ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ്. സിമ്പതി, നമുക്കൊരാളോട് തോന്നുന്ന കരുണ, അത് ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഒരുമാതിരി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു രീതിയാണ് സിമ്പതി. എംപതി ഉണ്ട്. എംപതി എന്ന് വെച്ചാൽ സഹാനുഭൂതി. അതായത് ഒരാളുടെ അവസ്ഥയെ അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ശക്തിയാണ് എംപതി എന്ന് പറയുന്നത്. അത് ഇവർക്ക് ഉണ്ടാവുകയില്ല. ഒരാൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദന എൻ്റേതാണെന്ന് ചിന്തിക്കുന്ന ഒരു തരക്കാരെയാണ് നമ്മൾ എംപത്തറ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരെന്ന് പറയുന്നത്. അപ്പോൾ എംപതി, സഹാനുഭൂതി ഇവർക്ക് തീരെ കുറവായിരിക്കും. അപ്പോൾ ഇവരുടെ പ്രത്യേകതകൾ നമ്മൾ 3 ഏറ്റവും അമിതമായിട്ടുള്ള ആത്മാഭിമാനം, മറ്റുള്ളവർ തന്നെ ആരാധിക്കണം എന്നുള്ള ചിന്താഗതി, പിന്നെ സഹാനുഭൂതി തീർത്തും ഉണ്ടാവുകയില്ല. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ ആത്മാഭിമാനത്തിൻ്റെ താഴെ എഴുതി ചേർക്കാവുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെക്കാളും താൻ വ്യത്യസ്തനാണ് എന്നൊരു ചിന്ത. താൻ മറ്റുള്ളവരെക്കാളും പ്രത്യേകത ഉള്ളവനാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്, എന്നെ മനസ്സിലാക്കാനായിട്ട് എന്നെപ്പോലുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. എന്നെ മനസ്സിലാക്കാൻ എന്നെപ്പോലുള്ളവർക്കേ സാധിക്കുകയുള്ളൂ എന്ന് ഇത്തരക്കാരെപ്പോഴും പറയും. അതുകൊണ്ട് ഇവരുടെ സൗഹൃദ ബന്ധങ്ങളൊക്കെ എപ്പോഴും അത്തരത്തിലുള്ളതായിരിക്കും. തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ കൂടെയുള്ള ഒരു കൂട്ടുകെട്ടുകളൊക്കെ ആയിരിക്കും ഇവർക്ക്.
ഇവർക്ക് എല്ലാവരുമായിട്ടും സൗഹൃദം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുമില്ല. എപ്പോഴും ആ ഒരു ചിന്താഗതിക്കാരായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. അത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നീട് നമ്മൾക്ക് ഇവരെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത് ഇപ്രകാരമാണ്. ഇവർക്ക് വലിയ വലിയ രീതിയിലുള്ളൊരു ചിന്താഗതിയുണ്ട്. തങ്ങൾ എവിടെ ചെന്നാലും ആരാധിക്കപ്പെടണം, പ്രശംസിക്കപ്പെടണം, എല്ലാവരും തങ്ങളെ കരുതണം. ഒരു സുപ്പീരിയർ മെൻറ്റാലിറ്റി എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഒരു ഈശോ തന്നെ പറയില്ലേ, ഈശോ പറയുന്നൊരു ഉദാഹരണം ബൈബിളിൽ, പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ദീർഘമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ വലിയ സ്ഥലങ്ങളിൽ പൊതുവേദിയിൽ നിന്ന് നടത്താൻ ആഗ്രഹിക്കുന്നവർ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് ഇത് കാണുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ അടച്ചിരുന്ന് പ്രാർത്ഥിക്കണം, അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തെരുവീതികളിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. അവർക്കുള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞെന്ന് കർത്താവ് പറയും. നിങ്ങൾ ദാനധർമ്മം നൽകുമ്പോൾ അത് വലത് കൈ എന്താ ചെയ്യുന്നതെന്ന് ഇടത് കൈ അറിയാതിരിക്കട്ടെ, അതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മുഖമൊക്കെ കഴുകി നല്ല മനോഹരമായിട്ടിരിക്കണം, അല്ലാതെ ഞാൻ ഉപവസിക്കുകയാണെന്ന് കാണിക്കാൻ വിഷാദം നടിക്കരുത്. ഇതൊക്കെ കർത്താവ് പറയുന്ന കാര്യങ്ങളാണ്. ഏകദേശം ഇത്തരക്കാരൊക്കെയാണ് നമ്മൾക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെടുത്താനായിട്ട് സാധിക്കുക. മറ്റുള്ളവർ തന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. താൻ പ്രാർത്ഥിക്കുകയെന്ന് മറ്റുള്ളവർ പറയണം, താൻ ഉപവസിക്കുകയെന്ന് മറ്റുള്ളവർ കരുതണം, താൻ ദാനധർമ്മം ചെയ്യുന്ന മറ്റൊരു 10 പേരെ അറിയണം എന്ന് പറയില്ലേ എന്ന് വിചാരിച്ചത് പൊതുവായിട്ട് നമ്മളൊരു ലക്ഷണം പറയാനായിട്ട് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ചിലവർ അങ്ങനെ അയ്യോ ഇവൻ അത്തരക്കാരനാണെന്ന് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയായിട്ടല്ല. അവർക്കൊരു അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്ക് പൊതുവായിട്ട് ഉണ്ടായിരിക്കുക. അതായത് ആത്മാഭിമാനം ഭയങ്കരമായിരിക്കും, സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയും. പക്ഷേ ആന്തരികാർത്ഥത്തിൽ താഴെ അവരുടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്താണ് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. അവരങ്ങനെ ചിന്തിക്കുകയാണ്, തങ്ങൾ ഭയങ്കരധികം ആത്മവിശ്വാസമുള്ളവരാണ്, ഭയങ്കര ആത്മാഭിമാനമുള്ളവരാണ്, സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒക്കെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരൊക്കെയാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കുറവായിരിക്കും ഇങ്ങനെയുള്ളവർക്ക്. അപ്പം എന്തുകൊണ്ടാണ് ഇത്തരക്കാരിങ്ങനെ ഉയർന്നു വരാനായിട്ടുള്ള കാരണം? സമൂഹത്തിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി വൈകല്യങ്ങളുള്ളവർ ഇങ്ങനെ കൂടി വരാനായിട്ടുള്ള കാരണം, എപ്പോഴും നമ്മൾ കാരണങ്ങളാണല്ലോ തിരക്കുന്നത്. ഈ സമൂഹത്തിൽ ഞങ്ങളാണ് വലിയ ആൾക്കാർ, ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടൊന്നും കൂട്ടുകൂടാനൊന്നും സാധിക്കുകയില്ല, ഞങ്ങളെ മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവർക്കൊന്നും സാധിക്കുകയില്ല, ഞങ്ങളെല്ലാവരിടത്തും ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം, ഞങ്ങളെല്ലാവരും കരുതണം, ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ആവശ്യമാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന വിഭാഗക്കാർ, പ്രത്യേകിച്ച് സഹാനുഭൂതിയൊന്നും ഉണ്ടാവുകയില്ല, ഞാനാണ് ആളെന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന മനോഭാവം ഉണ്ടല്ലോ. അതിന് കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10 വൈകല്യങ്ങൾക്കും പറയുന്ന ഒരു കാരണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാണ്? ജനിതകപരമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് പൊതുവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഒന്നില്ലെങ്കിൽ അവരുടെ സമ്പർക്കങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഇപ്പം അപ്പനോ അമ്മയോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിലും ഇതൊരു പ്രശ്നമായിട്ട് വരാം. അല്ലെങ്കിൽ ചെറുപ്പത്തിലേ ലഭിച്ച അവഗണനകളായിരിക്കും, ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന. ഇങ്ങനെയുള്ളവർക്കും ഇതൊന്നും കിട്ടാത്തതുകൊണ്ട്, ചെറുപ്പത്തിലെ കുട്ടികളായിരിക്കും എല്ലാത്തിനും തഴയപ്പെട്ടതുകൊണ്ടും ഇവർക്ക് ഇങ്ങനെ സംഭവിക്കാം. അപ്പം അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ 10 വൈകല്യങ്ങളിലും പറയുന്നത് പോലെ ഇപ്പോഴും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ അതുപോലെ 2-3 വ്യക്തിത്വങ്ങളായിട്ട് ഇവരെ താരതമ്യം ചെയ്യാറുണ്ട്. നമ്മൾ ഒന്നാമതായിട്ട് പഠിച്ചു, 2ാമത്തെ ഗ്രൂപ്പിലെ ഒന്നാമതായിട്ട് പഠിച്ച ഒരു കാര്യമുണ്ട്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് തങ്ങളുടെ വികാരങ്ങൾക്ക് ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ. ഈ കുരങ്ങനെ പോലെ അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ചാടും, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ചാടും. അതായത് ബന്ധങ്ങളിൽ സ്ഥിരതയില്ലാത്ത അവസ്ഥ, പിന്നെ എന്തിലെടുത്ത് ചാടുന്ന അവസ്ഥ. ഇതൊരു പക്ഷേ നമ്മൾക്ക് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു തട്ടിച്ച് നോക്കേണ്ട, ഇത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അല്ലേ എന്ന് ചിന്തിക്കും. കാരണം ഇതിൻ്റെ ദീർഘമായിട്ടുള്ള അവസ്ഥ, അതായത് കഠിനമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ
ഇവരും ഉപദ്രവകാരികളാകാം. മറ്റുള്ളവരുടെ ആകർഷണം ലഭിക്കാൻ വേണ്ടി ഇവരെന്തും ചെയ്തു കൂട്ടാം. അപ്പം അതുകൊണ്ട് ഇത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ടും ഇതിനെ ചെറുതായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. കാരണം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അതിൻ്റെ കഠിനമായിട്ടുള്ള അവസ്ഥയിൽ ഇവർ സ്വയം ഉപദ്രവിക്കുന്നവരുമാകാം, മറ്റുള്ളവർ ഉപദ്രവിക്കുന്നവരുമാകാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ ഒരു സ്വയം ഉപദ്രവിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിൽ ഉപദ്രവമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരെയും ബഹുമാനിക്കില്ല, ആരെയും ആദരിക്കില്ല, ആരോടും റെസ്പെക്റ്റ് ഇല്ല, ആരോടും സഹാനുഭൂതിയില്ല, സമൂഹ നിയമങ്ങളൊക്കെ എപ്പോഴും ലംഘിച്ചുകൊണ്ടിരിക്കുക. ഇതാണല്ലോ നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിൽ പറഞ്ഞത്. ഏകദേശം ഇതുപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലും കാണാനായിട്ട് സാധിക്കുക. പക്ഷെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തങ്ങൾക്ക് ആവശ്യത്തിന് അധികം ആരാധന കിട്ടണം, മറ്റുള്ളവർ തങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം, ആരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാനായിട്ട് പറ്റില്ല, കാരണം ഞാൻ അത്തരത്തിലുള്ള സ്വഭാവക്കാരൻ, എൻ്റെ സ്വഭാവക്കാർക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരും അതുപോലെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട്. നമ്മളെപ്പോഴും പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് താരതമ്യം ചെയ്യാൻ കൂടി നമുക്ക് സാധിക്കണം. ഇനി നമ്മളൊരു രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഒരു പേഴ്സണാലിറ്റിയും കുറിച്ച് പഠിക്കും, ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഡിസോർഡർ ഏറ്റവും വലിയ പ്രത്യേകത ഏതു സമൂഹത്തിൽ ചെന്നാലും തങ്ങളായിരിക്കണം അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി. എല്ലാവരും തങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, തങ്ങൾ മാത്രം പറയുന്നത് കേൾക്കണം. അതായത് സെൻറ്റർ ഓഫ് അറ്റൻഷൻ എന്നൊക്കെ പറയില്ലേ, ഈ ഒരു പേഴ്സണാലിറ്റിയുമായിട്ട് ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിനെ നമ്മൾക്ക് വ്യതിരിക്തമാക്കാൻ സാധിക്കാത്ത വിധം സംശയിക്കാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി നിൽക്കുന്നത്. അപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആയിട്ട് ചിലപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകരുത്, വികാരത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥ, പിന്നെ ഒരു ബന്ധങ്ങളിലും ഉറച്ചു നിൽക്കാത്ത അവസ്ഥ, അതിൻ്റെ കഠിനാവസ്ഥയിൽ സ്വയം ഉപദ്രവിക്കുന്ന അവസ്ഥ. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തുമ്പോൾ, അതായത് ഒരു രോഗാവസ്ഥ എന്നൊക്കെ പറയില്ലേ, ഈ രോഗാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഇത് അക്രമ സ്വഭാവം കാണിക്കും, സ്വയം ആക്രമിക്കുന്ന സ്വഭാവവും കാണിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, തങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, തങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ജോലി സ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ, അതുപോലെ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഇത് സംഭവിക്കാം. മറ്റുള്ളവർ തങ്ങളായിരിക്കുന്ന രീതിയിൽ തങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊരു ചിന്ത ഇവർക്ക് വരുമ്പോൾ, അതാണല്ലോ വൈകല്യത്തിൻ്റെ ലക്ഷണവും. മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവരാകെ അസ്വസ്ഥരായിട്ട് തീരും. ഇത് അക്രമ സ്വഭാവത്തിലേക്ക് വരെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മൂന്ന് പേഴ്സണാലിറ്റി ആയിട്ടും നമുക്ക് ഒരുപക്ഷെ അതാണോ ഇതാണോ എന്നുള്ളൊരു ചിന്ത വരാം. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബന്ധങ്ങളിൽ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിട്ടാണ്, മറിച്ച് മറ്റുള്ളവരെ വിധിക്കാനായിട്ട് മനഃശാസ്ത്രം ആരെയും അനുവദിക്കുന്നില്ല. 1952 മുതൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM-5 ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ, അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ ICD ഉണ്ട്, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഈ രണ്ട് മാനദണ്ഡങ്ങളുമാണ് നമ്മൾക്ക് ഒരു രോഗിയാണെന്ന്, ഒരാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയാൾ രോഗിയാണോ അല്ലയോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഓരോരു സാധ്യത, ഒരു ഘടകമായിട്ട് നമ്മൾ കാണുന്നത് ഈ രണ്ട് മാനദണ്ഡങ്ങളാണ്. പിന്നെ നമ്മളെപ്പോഴും ഒരാളെ രോഗിയായിട്ട് നമുക്ക് തോന്നിയാലും അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ, പൂർണ്ണ അനുവാദമില്ലാതെ അദ്ദേഹത്തെ നമ്മൾക്ക് ഒരിടത്തും കൊണ്ടുപോകാനായിട്ട് യാതൊരു അധികാരവുമില്ല. അതിന് അഡ്വേഴ്സ് ഇഫക്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. ഒരാൾക്ക് സമൂഹത്തിൽ, കുടുംബത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടേതായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നി അദ്ദേഹം ഒരാളിങ്ങനെ സമീപിക്കുക, ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്വാട്രിസ്റ്റിനെയോ തനിക്ക് സന്ദർശിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം
തൻ്റെ സഹോദരനെയായിട്ട് മറ്റൊരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു, സ്വന്തം സഹോദരൻ തന്നെ, ചേട്ടനെയും കൊണ്ട്. അപ്പോൾ ഇവർക്കിടെ സംശയം അതാണ്, ഈ കുട്ടിക്ക് അങ്ങനെ വല്ല എൻ്റെ ജ്യേഷ്ഠന് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണം. പക്ഷേ ജ്യേഷ്ഠൻ അതിന് സമ്മതമാണോ? ജ്യേഷ്ഠൻ അതിന് സമ്മതമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പം ജ്യേഷ്ഠൻ വന്ന് തന്നെ പ്രസന്റ് ചെയ്യണം, താൻ അതാണ്, ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. മനസ്സിലായ? അതിനപ്പുറത്തേക്ക് ജ്യേഷ്ഠൻ എന്നോട് ചോദിക്കണം, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ ഹിസ്റ്ററി നമ്മളോട് പറഞ്ഞാലും നമ്മുടെ അരികത്ത് ഇരിക്കുന്ന വ്യക്തി അത് പൂർണ്ണമായിട്ടും സഹകരിച്ച് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തോട് ഒരേ കാര്യങ്ങൾ ചോദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വേദി മാത്രമാണെന്ന് നമ്മളെപ്പോഴും ഓർക്കണം. മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കണമെന്ന് നമുക്ക് ആഴത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യമേ നമ്മളെക്കുറിച്ച് തന്നെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവർ ഒത്തിരി നമുക്കുണ്ടാകാം. അപ്പോൾ ഇത് തന്നെ ലോകത്തിൽ തന്നെ 100 പേരെ എടുത്താൽ 15 പേരെ വരെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം ഇത് ഉള്ളവർ സ്വയം മനസ്സിലാക്കി സഹായത്തിനായിട്ട് അപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ഗവൺമെൻറ് ആയിട്ടും അതുപോലെ മറ്റ് അസോസിയേഷനൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഈ ഒരു ബോധ്യം നമുക്കുണ്ട്. അതുപോലെ രോഗാവസ്ഥയിൽ വൈകല്യം ചിലപ്പോൾ ലഘുവായിരിക്കാം, കഠിനമായിരിക്കാം, സീരിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൈനർ ആയിരിക്കാം. ഇതെല്ലാം ചിന്തിക്കുന്നത് DSM-5 എന്ന മാനദണ്ഡവും അതുപോലെ ICD എന്ന ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡവുമാണ്. ഈ 2 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണോ അതോ ഒരു വ്യക്തിത്വമാണ്. നമ്മൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, വൈദികർക്കും അതുപോലെ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവർക്കും രാഷ്ട്രീയക്കാരുടെയൊക്കെ വ്യക്തിത്വമാണെന്ന്. അത് ഈ വ്യക്തിത്വത്തിൽ നിന്ന് എന്തെങ്കിലും വ്യതിചലനം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളല്ല, മറിച്ച് ഈ 2 മാനദണ്ഡങ്ങളുമാണ്. അപ്പം നമ്മൾ വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ബോധ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മേഖലകളിലേക്ക് പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട്, മറ്റ് ക്ലാസ്സുകളൊക്കെ കേൾക്കുവാനായിട്ട്, ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പറയാറുണ്ട്, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൊച്ചുത്രേസ്യ സ്പിരിച്വൽ സെൻ്ററിനെ നമുക്ക് വളർത്തിയെടുക്കണം. അതിന് നിങ്ങൾ തന്ന പ്രോത്സാഹനങ്ങൾക്കും തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.